ക്രിസ്തുവാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ജീവനുള്ള ഒരു ശരീരത്തിലെ ഏതെങ്കിലും അവയവം വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നില്ല. എല്ലാ അവയവങ്ങളും ഒരുപോലെ പ്രവർത്തിച്ചാൽ മാത്രമേ, തങ്ങളുടെ റോൾ നിർവഹിച്ചാൽ മാത്രമേ ആ ശരീരത്തിന് ജീവൻ തുടിക്കുകയുള്ളൂ. ഇതുപോലെയാണ് സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമാണ്. സഭയിലെ അംഗങ്ങളായിട്ടുള്ള നാം തീർച്ചയായിട്ടും അതിൻ്റെ അവയവങ്ങളാണ്. നമ്മൾ അവയവങ്ങളാവുന്ന നമ്മൾ നമ്മളുടേതായിട്ടുള്ള റോൾ നിർവഹിക്കേണ്ടതായിട്ട് ഉണ്ട്. എങ്കിൽ മാത്രമേ അതിൻ്റെ തന്മയോടുകൂടെ സഭ ഈ ലോകത്ത് പ്രകാശിക്കുകയുള്ളൂ, മറ്റുള്ളവർക്ക് വെളിച്ചമാവുകയുള്ളൂ. സഭയിലെ അംഗങ്ങളാകുന്ന നാം നമ്മുടെ റോൾ കൃത്യമായിട്ട് നിർവഹിക്കണമെന്ന്. അതായത് ഇവിടെ നാം ഒരു വിഹിതം സഭയ്ക്ക് നൽകേണ്ടതായിട്ടുണ്ട്. എന്താണ് ഈ വിഹിതം എന്ന് പറയുന്നത്? ഇത് പണം കൊണ്ട് നൽകുന്ന ഒരു വിഹിതമല്ല, മറിച്ച് ഇന്ന് സുവിശേഷത്തിൽ ഈ 2 പേരായിട്ട് അപ്പോസ്തലന്മാരെ യേശുനാഥൻ ചില ദൗത്യങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് അയക്കുന്നുണ്ട്. ഈ ദൗത്യം നിർവഹിക്കുമ്പോൾ മാത്രമാണ് വിഹിതം നാം നൽകുന്നവരായിട്ട് മാറുന്നത്. അല്ലെങ്കിൽ നാം സഭയ്ക്കോ നമുക്ക് തന്നെയോ പ്രയോജനമില്ലാത്ത വ്യക്തികളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇത് അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ച ദൗത്യമല്ലേ, എനിക്കെന്താണ് ഇവിടെ റോളുള്ളതെന്ന് നാം ചിന്തിച്ചേക്കാം. എന്നാൽ 2-ാം വത്തിക്കാൻ സിനോദോസ് കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കുകയാണ്, സഭയിലെ ഓരോ അംഗങ്ങളും അതിൻ്റെ സ്വഭാവത്തിൽ തന്നെ അപ്പോസ്തലികമാണ്, അപ്പോസ്തലികമായിട്ടുള്ള ചൈതന്യം സ്വീകരിച്ചിട്ടുള്ളവരാണ്, ആ റോൾ നിർവഹിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് നാം ശരീരത്തിലെ അവയവങ്ങളാണെങ്കിൽ, സഭയിലെ അംഗങ്ങളാണെങ്കിൽ ആ ദൗത്യം നിർവഹിച്ചേ മതിയാകുള്ളൂ. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയാണെന്ന് തിരിച്ചറിയാനായിട്ടുള്ള ഏകമാർഗം അത് തന്നെയാണ്. എന്തൊക്കെയാണ് ദൗത്യങ്ങൾ? ഒന്നാമതായിട്ട് രോഗികളെ സുഖപ്പെടുത്തുക. രോഗസൗഖ്യവരം ലഭിച്ചിട്ടുള്ള ചില വ്യക്തികളുണ്ട്, വൈദികരുണ്ട്, സന്യസ്തരുണ്ട്, അൽമായരുണ്ട്. അവർ ആ റോൾ നിർവഹിക്കുന്നുണ്ട്. കൂടാതെ നമ്മളെ ഓരോ അംഗങ്ങളും നമ്മുടെ നല്ല വാക്കുകൾ കൊണ്ടും, ആശ്വാസം നിറഞ്ഞ വാക്കുകൾ കൊണ്ടും, പ്രവൃത്തികൾ കൊണ്ടും, നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾ കൊണ്ടൊക്കെ മറ്റുള്ളവർക്ക് രോഗസൗഖ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുവഴി മാത്രമാണ് നാം ആ റോൾ നിർവഹിക്കുന്നത്. 2-മതായിട്ട് തിന്മയെ ദൂരീകരിക്കേണ്ടതായിട്ടുണ്ട്. അതായത് പിശാചുക്കളെ പുറത്താക്കാനായിട്ടുള്ള ഒരു ദൗത്യമുണ്ട്. അത് നമ്മളുള്ള തിന്മ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോ തിന്മയും നാം ദൂരീകരിക്കുക. നമുക്ക് നമ്മുടെ കൂടെ ജീവിക്കുന്ന നമ്മുടെ ജീവിത പങ്കാളി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആരുമായിക്കൊള്ളട്ടെ, അവരുടെ തിന്മയും ദൂരീകരിക്കുവാനായിട്ട് തീവ്രമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ഒരു കടമ നമുക്കുണ്ട്. 3-മതായിട്ട് രക്ഷയുടെ സന്ദേശം ഈ ലോകത്തിലേക്ക് എത്തിക്കേണ്ടതായിട്ടുള്ള ഒരു വലിയൊരു ദൗത്യമുണ്ട്. അങ്ങനെ സുവിശേഷം പ്രഘോഷിച്ചില്ല എങ്കിലും അത് ജീവിക്കുന്നവരായിട്ട് മാറുക. സുവിശേഷം പ്രഘോഷിച്ചില്ല എങ്കിൽ എനിക്ക് ദുരിതമെന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ വാക്കുകൾ നമുക്ക് ഓർക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.